ഹോം മാനേജ്മെൻറ്റ് സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ വീട് ഭംഗിയായി ഓർഗനൈസ് ചെയ്തെടുക്കാൻ ചെറിയ ചെറിയ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പയ്യെ തുടങ്ങുക. അതായത് നമ്മളെപ്പോഴും ഒരു ചെറിയ സ്പേസിൽ നിന്ന് തുടങ്ങുക. ഇപ്പോൾ വീട് മൊത്തം മെസ്സിയായി കിടക്കുന്നത് ഓവർനൈറ്റ് നമുക്ക് ഇതങ്ങ് ഒരു ക്ലിക്കിൽ അതങ്ങ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നാമത് അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. പയ്യെ പയ്യെ നമ്മളും മാറേണ്ടി വരും വീട് മാറുന്നതിനനുസരിച്ച്. അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ സ്പേസ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് അങ്ങ് കുറേ അധികം ചെയ്യാൻ പോയാൽ നമ്മളത് ഫിനിഷ് ചെയ്യൂല. നമ്മുടെ ബാക്കി പണികളെല്ലാം പെൻഡിങ് വന്ന് ഇതും പെൻഡിങ് വന്നിട്ട് നമ്മൾ ആകെ ഡീമോട്ടിവേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ തുടങ്ങുമ്പോൾ ചെറിയ സ്പേസിൽ നിന്ന് തുടങ്ങുക. അതുപോലെ ആ ഒരു സ്പേസ് ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പയ്യെ പുതിയ പുതിയ ഏരിയാസ് ആഡ് ചെയ്ത് കൊണ്ടുവരിക. ആ ഒരു ചെറിയ സ്പേസ് ഭംഗിയായിട്ട് ഇരിക്കുന്നത് കാണുന്നത് തന്നെ നമുക്ക് അടുത്ത സ്പേസിലോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്കതൊരു മോട്ടിവേഷനായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു ചെറിയ സ്പേസ് ഓർഗനൈസ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ നമ്മുടെ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കുന്ന ഒരു കബേർഡാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസിൽ, അത് ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് അതിലെ ഐറ്റംസ് എല്ലാം തന്നെ നമുക്കൊരു ബാസ്ക്കറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ സ്പേസിൽ എന്തൊക്കെയായിരിക്കും വരുന്നതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനിയാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്, അതായത് ഡീക്ലട്ടറിങ്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം തന്നെ ഈ ബാസ്ക്കറ്റിലോട്ട് ആക്കി വെച്ചല്ലോ, അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓരോ ഐറ്റവും എടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്തത് അതിൽ നിന്ന് മാറ്റിയേക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാനിതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നത് കൊണ്ട് കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാസ്ക്കറ്റിൽ ആവശ്യമില്ലാത്ത, നമ്മുടെ എക്സ്പയറി കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത, അതും അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള അങ്ങനെ പല പല സംഭവങ്ങളുണ്ടാവുമല്ലോ, അതെല്ലാം തന്നെ അങ്ങ് മാറ്റിയേക്കുക. പിന്നെ നമ്മളധികം യൂസ് ചെയ്യാത്ത, നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്ന, നമുക്ക് ഉറപ്പുള്ള, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് അത് കീപ്പ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് വല്ലാത്തൊരു സമാധാനം തോന്നും കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെയുള്ള നമ്മുടെ കബേർഡിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പോയാൽ നമ്മുടെ മുന്നിലോട്ട് വരുന്നത് മുഴുവനും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു സ്പേസ് ഓർഗനൈസ് ചെയ്യുന്നതിന് മുന്നേ ഡീക്ലട്ടറിങ് ചെയ്യുക. അടുത്തൊരു സ്റ്റെപ്പാണ് സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ആ ബാസ്ക്കറ്റിൽ കയ്യിലുള്ളത് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ്. ഇതിൽ തന്നെ പല പല ആവശ്യങ്ങൾക്കുള്ള ഐറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കിച്ചൺ കബേർഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈസസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. അതുപോലെ വെളിച്ചെണ്ണ, നെയ്യ്, വെജിറ്റബിൾ ഓയിൽ അതൊരു ഗ്രൂപ്പാണ്. അങ്ങനെ പല പല ഗ്രൂപ്പുകൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മളൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ ജ്വല്ലറി സെക്ഷൻ ആണെങ്കിൽ കമ്മലുകളൊരു സെക്ഷൻ, മാല ഒരു സെക്ഷൻ, വളകളൊരു സെക്ഷൻ, ഇതെല്ലാം കൂടി ഇട്ട് കുഴച്ച് മറിക്കാതെ അത് ഗ്രൂപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കാനും തിരിച്ചു വെക്കാനും ക്ലീൻ ചെയ്യാനും എല്ലാം എളുപ്പമായിരിക്കും. അപ്പം ഏതൊരു സ്പേസ് ഓർഗനൈസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒത്തിരി എളുപ്പമായിരിക്കും. അതായത് അപ്പം വീടിൻ്റെ എല്ലാ ഐറ്റംസിനും ഇതുപോലൊരു ഡെഡിക്കേറ്റഡ് പ്ലേസ് ഗ്രൂപ്പ് ചെയ്ത് വെക്കാൻ നമ്മൾ നോക്കുക. അത് നല്ല ഭംഗിയുള്ളൊരു ഓർഗനൈസ്ഡ് ലുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഫങ്ഷണാലിറ്റി. അതായത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഏതൊരു കാര്യമാണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അടുത്തുണ്ടായിട്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ കിച്ചണിൽ നോക്കുവാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ, വെളിച്ചെണ്ണയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ എന്നും ചെയ്യുന്നത് എന്താ, നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യാൻ പോകുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും വെക്കില്ലേ, അതേ സംഭവം തന്നെ. അതുപോലെ നമ്മൾ കുട്ടികളുടെ സ്റ്റഡി ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ ബുക്സ് അറേഞ്ച് ചെയ്ത് വെക്കുക, അതുപോലെ അവരുടെ സ്റ്റേഷനറി വെക്കുക അല്ലേ. അതല്ലാതെ വേറൊരു റൂമിൽ അവരുടെ ബുക്സും സ്റ്റേഷനറി ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ അവർ പഠിക്കുന്ന സമയത്ത് അപ്പുറത്തെ റൂമിൽ പോകുന്നതിൽ മീനിങ് ഇല്ല. വളരെ ബേസിക്കാണ് കേട്ടോ, എന്നാലും നമ്മളത് ചില സമയത്ത് ഓർക്കാത്ത ചില കാര്യങ്ങളാണ് ഇതൊക്കെ.
അതുപോലെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന ഇപ്പോൾ കിച്ചണിലാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ അടുത്തുള്ള കബേർഡ്സിൽ ആക്കി വെക്കാൻ നോക്കുക. അതുപോലെ ടോൾ കബേർഡ്സിലാണെങ്കിൽ നമുക്കൊരു ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ട് അതിനകത്ത് സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ആ ബാസ്ക്കറ്റ് അങ്ങ് പുള്ള് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ വീണ്ടും അത് തിരിച്ചു വെച്ച് ആ ബാസ്ക്കറ്റ് തിരിച്ചു വയ്ക്കാം. പിന്നെ നമുക്ക് കബേർഡ്സിൽ അധികം യൂസ് ഇല്ലാത്ത സാധനങ്ങൾ ബാക്കിലെ സ്പേസ് അതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മളുടെ ഒരു സ്പേസിൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് നമ്മൾ തന്നെ പയ്യെ പയ്യെ ഇത് നമ്മൾ പയ്യെ ചെയ്തു വരുന്നതിനനുസരിച്ച് നമുക്കിത് ഒരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ വീടിൻ്റെ സ്പേസ് ഒത്തിരി വലിയ വീടാണോ ചെറിയ വീടാണോ ചെറിയ കബേർഡ്സ് ആണോ ഇതൊക്കെ അനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഓർഗനൈസേഴ്സ് സെലക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും ഇത് DIY ചെയ്തെടുക്കുന്നതാണ് ഇപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ കാർഡ്ബോർഡിൽ നിന്നൊക്കെ നമുക്ക് കറക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് ഓർഗനൈസേഴ്സ് ഉണ്ടാക്കിയെടുക്കാം സമയമുള്ളവരാണെങ്കിൽ. അതല്ല നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഇപ്പം നമ്മുടെ കബോർഡിൻ്റെ ഹൈറ്റും അതെല്ലാം ഒന്ന് കറക്റ്റ് ആവുന്ന രീതിയിൽ നമ്മളിത് സെലക്ട് ചെയ്യുവാണെങ്കിൽ കുറേയും കൂടി ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ പയ്യെ പയ്യെ നമ്മളുടെ വീട് ഓർഗനൈസ്ഡ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് ആക്കി മാറ്റുക എന്നുള്ളതിനേക്കാളും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് ഡെഫിനറ്റ്ലി നമ്മളുടെ റൂട്ടീൻസ് ഹാബിറ്റ്സിലെല്ലാം ഇതിന് വേണ്ടുന്ന ചേഞ്ചസ് കൊണ്ടുവരണം. നമ്മളുടെ പ്രയോറിറ്റീസ് മാറ്റണം. അതുപോലെ നമ്മളെപ്പോഴും ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീടിന് ഈ ഒരു ഐറ്റം ആവശ്യമുണ്ടോ, ഈ ഐറ്റം വന്നു കഴിഞ്ഞാൽ ഇത് വെക്കാൻ നമ്മുടെ വീട്ടിൽ സ്പേസ് ഉണ്ടോ, ഇത് രണ്ടും എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം നമ്മൾ എന്തെങ്കിലും കാര്യം ഷോപ്പ് ചെയ്യുമ്പോൾ. പിന്നെ പുതിയൊരു ഐറ്റം ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാവാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഐറ്റത്തിൻ്റെ ഭംഗി കൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നതാവാം. ഇങ്ങനെയാണെങ്കിൽ തന്നെയും അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇതിൻ്റെ കുറേ എക്സ്ട്രാ പീസസ് ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ നമ്മളത് ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക. അതല്ലെങ്കിൽ സാധനങ്ങൾ പെട്ടെന്നായിരിക്കും നമ്മുടെ വീട്ടിൽ കൂടി വരാൻ തുടങ്ങുന്നത്. എന്താ പറയുക, ഒരു എംപ്റ്റി സ്പേസ് അട്രാക്ട്സ് ക്ലട്ടർ എന്ന് കേട്ടിട്ടില്ലേ? ഒരു എംപ്റ്റി സ്പേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെയോട്ട് സാധനങ്ങൾ വരാൻ ചാൻസ് ആണ്. ആരെങ്കിലും ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നല്ല, നിങ്ങളുടെ ഇപ്പോൾ ടേബിൾ ക്ലീൻ ആക്കി എടുക്കുവാണെങ്കിൽ ആരെങ്കിലും അവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കും. അപ്പം നമ്മുടെ മൈൻഡിൽ ഇത് ക്ലിയർ ആവണം എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ജസ്റ്റ് ഇതിൻ്റെ പ്ലേസിൽ വെക്കൂ എന്നുള്ളത്. അങ്ങനൊരു ഹാബിറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ കൂടെ താമസിക്കുന്നവരെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടഫായിരിക്കും. നമ്മളാദ്യം മാറിയിട്ട് നമ്മൾ അവരെയും ഒന്ന് പറഞ്ഞ് കൂടെ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീട് ഓർഗനൈസ്ഡായി ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ കൃത്യമായ ഒരു രീതിയിൽ മാത്രമേ വീട് അറേഞ്ച് ചെയ്ത് വെക്കുകയുള്ളൂ, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുക. ഫ്ലെക്സിബിൾ ആവുക. ഇപ്പോൾ പുതിയൊരു ബേബി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരിക. അതുപോലെ വയസ്സായ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളും കൂടി ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ വീട് ഓർഗനൈസ് ചെയ്തെടുക്കാൻ. അതുപോലെ കുട്ടികളെ നമ്മളുടെ ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ അവർക്കത് ഈസി ആക്കി കൊടുക്കുക. ഇപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഡ്രസ്സ് ലോണ്ട്രി ബാസ്ക്കറ്റിൽ ഇടണം എന്ന് പറയുന്നതിന് അനുസരിച്ച് തന്നെ അവർ കുളി കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ആ ലോണ്ട്രി ബാസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ അവർ കൂടുതലും അതിനകത്ത് ഡ്രസ്സ് ഇടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ആ റൂമിൻ്റെ വേറൊരു സൈഡിലാണെങ്കിൽ ചിലപ്പോൾ അവരത് ശ്രദ്ധിക്കില്ല. ഗ്രാജ്വലി ഇത് ഇട്ടിട്ട് പിന്നെ അത് അവർക്കൊരു ഹാബിറ്റാവും. അപ്പം നമ്മൾ അവരെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. അതായത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി ഇല്ലാണ്ടിരിക്കുക. അതുപോലെ നമുക്കിപ്പം ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജസും എല്ലാം ഇങ്ങനെ അടിപൊളി ബ്യൂട്ടിഫുൾ വീടുകളുടെ ഫോട്ടോസും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വീടുകളുടെ സ്പേസസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കുറ്റബോധമാണല്ലേ, നമ്മുടെ വീട് ശരിയാവുന്നില്ലല്ലോ, ഇതെന്താ ഒരു രസമായിട്ടല്ല കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും നമ്മളെങ്ങനെയായിരുന്നോ അതിൽ നിന്ന് ഒരു പടി ഇമ്പ്രൂവ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിലല്ലേ കാര്യമുള്ളൂ. വേറെ ആൾക്കാർ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ സാഡായിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. നമ്മളുടെ പ്രോഗ്രസ് ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്പേസ് നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് ഒരു 1 വീക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് വെക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് മെസ്സി ആകുമ്പോഴത്തേനും ഇടയ്ക്കൊന്ന് ഈ ഫോട്ടോസൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഞാൻ ഈ അടിപൊളിയായിട്ട് വീട് ഇട്ടിട്ടുണ്ടല്ലോ, ഇനിയും എനിക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
അതുപോലെ കഴിയുമെങ്കിൽ നല്ല റുട്ടീൻസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. റുട്ടീൻസ് വരുന്നതോടുകൂടി തന്നെ ഡെയിലി നമുക്ക് അതൊരു വലിയൊരു ടാസ്ക്കായിട്ട് തോന്നില്ല, വീടൊന്ന് പെട്ടെന്നൊന്ന് ഒതുക്കിയിടുക എന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് തന്നെ കുറേ ചാലഞ്ചൊക്കെ നമ്മളെ തന്നെ ഒന്ന് ചാലഞ്ച് ചെയ്യാം. അതായത് ടൈമർ വെച്ചിട്ട് ഞാൻ ഇത്ര നേരം കൊണ്ട് ഇത്ര നേരം വീട് പെട്ടെന്നൊന്ന് ഒതുക്കിയിടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു മോട്ടിവേഷനായിരിക്കും അത് പെട്ടെന്നൊന്ന് ചെയ്തെടുത്ത് തീർക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് മോട്ടിവേറ്റഡായി നമ്മളൊന്ന് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ എന്തായാലും വീട് ഓർഗനൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്തത്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നൊരു കാര്യം പറയാൻ മറന്നു, ഈ വീഡിയോയോടുകൂടി ഞാൻ ഹോം മാനേജ്മെൻറ്റ് സീരീസ് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു റെസ്പോൺസാണ് കേട്ടോ ഈ സീരീസിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ സീരീസ് കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.